2024 ലോക്സഭാ ഇലക്ഷനിൽ പങ്കെടുത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ഇലക്ഷൻ റിസൾട്ട് വന്ന കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചു. ഇന്ത്യൻ ഇൻഡെക്സുകൾ 5% ഇടിഞ്ഞു. NSE അല്ലെങ്കിൽ നിഫ്റ്റി 5.93% ഇടിഞ്ഞ് 21,884 സെൻസെക്സ് അല്ലെങ്കിൽ BSE 5.74% ഇടിഞ്ഞ് 72,079 ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 12,436 കോടിയുടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,318 കോടിയുടെയും സെല്ലിംഗാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇലക്ഷൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫൈനൽ അനൗൺസ്മെൻറ്റ് വരുന്നത് വരെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ചില സെക്ടറുകളിൽ കഴിഞ്ഞ ദിവസം ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും PSU, റെയിൽവേ പോലുള്ള ഗവൺമെൻറ് റെഗുലേഷൻസ് ബാധിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ചില സെക്ടറുകളിലാണ് കഴിഞ്ഞ ദിവസം ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചത്. എന്നാൽ IT, FMCG പോലുള്ള സെക്ടറുകളിൽ അത്ര വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചതുമില്ല. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വിപ്രോ എന്ന കമ്പനിക്ക് സ്കേലാർ എന്ന കമ്പനിയുമായി ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ട് കമ്പനികളും പാർട്ണർഷിപ്പിലെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിപ്രോ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ് ഡീമർജർ ചെയ്യുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ടാറ്റ മോട്ടോഴ്സിൻ്റെ TML കൊമേഴ്സ്യൽ വെഹിക്കിൾ എന്ന കമ്പനിയെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിയിട്ടുണ്ട്. NLC എന്ന കമ്പനി $600 മില്യൺ ഫണ്ട് റേസ് ചെയ്യാൻ പോവുകയാണ്. ഫോറിൻ കറൻസി ലോൺ വഴിയാണ് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്. ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനി എവർഗ്രേറ്റ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ് എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഷിപ്പിംഗ് കോർപ്പറേഷനുമായി ചേർന്ന് എൻഡ്-ടു-എൻഡ് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. NLC ഇന്ത്യ പോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും $3 ബില്യൺ ഫണ്ട് റേസ് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രഞ്ച് വഴി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 11 ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി സൈറ ഏഷ്യ ഇൻറ്റീരിയേഴ്സ് എന്ന കമ്പനിയുടെ 51% സ്റ്റേക്കുകൾ 9 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. യുഫ്ലെക്സ് എന്ന കമ്പനി പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഓൺവോൾട്ട് എനർജി എന്ന കമ്പനിയുടെ 5% സ്റ്റേക്കുകളാണ് യുഫ്ലെക്സ് പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് വഴി അക്വയർ ചെയ്യുന്നത്. 9.6 കോടി രൂപയ്ക്കാണ് അക്വിസിഷൻ നടത്തുക. LTI മൈൻഡ്രി എന്ന കമ്പനി SAP എന്ന കമ്പനിക്ക് ഡിജിറ്റൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിലെത്തിയിട്ടുണ്ട്. കൂടാതെ RMC സ്വിച്ച് ഗിയർ എന്ന കമ്പനിക്ക് AMISP എന്ന കമ്പനിയിൽ നിന്നും 56.68 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. SMC മീറ്റർ, PVVNL, MVVNL എന്നീ കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡറാണ് RMC സ്വിച്ച് ഗിയർ എന്ന കമ്പനിക്ക് AMISP എന്ന കമ്പനിയിൽ നിന്നും ലഭിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.